ആ നടന്നോ. നടന്നോടി. ഒരു ലിറ്ററോ 2 ലിറ്ററോ 2 പാക്കറ്റോ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് ഒരു കപ്പിനകത്തിട്ട് പകർത്തിയാൽ പോലും ഇത്രയും പതയും വരില്ല, ആ കളറും ഉണ്ടാവില്ല, അല്ലേ? ഒരു കൊഴുപ്പും ഉണ്ടാവത്തില്ല. കാരണം എന്താണെന്നറിയോ? സിനിമയിൽ അല്ലെങ്കിൽ ആ പരസ്യത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചത് ഏഷ്യൻ പെയിന്റ്സിന്റെ പെയിന്റ് ആണ് ഈ കോമ്പണന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ സെയിം കളറുള്ള പെയിന്റ് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? നല്ല തിക്കായിട്ടുള്ളതായിട്ട് ഒരു കപ്പിൽ നിന്ന് അടുത്ത കപ്പിലോട്ട് പകർന്ന് കാണിക്കും. പക്ഷെ അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാം അടിക്കുമ്പോൾ ഇതിന് പത വരണം. ഈ പത വരാനായിട്ട് ഇതിനകത്ത് കുറച്ച് സർഫ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സർഫും കൂടി ഉള്ളതുകൊണ്ട് ഒരു കപ്പിൽ നിന്ന് അടുത്ത കപ്പിലേക്ക് അടിക്കുമ്പോൾ ഈ പതയെല്ലാം മുകളിലേക്ക് പൊങ്ങി വരും. പക്ഷെ നമ്മൾ ചൂടോടുകൂടി കാണിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഇത് പെയിന്റ് ആണ്, ചൂടാക്കാൻ പറ്റില്ല അല്ലേ? അതിന് വേണ്ടിയിട്ട് ഡ്രൈയേഴ്സ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഈ ഡ്രൈയേഴ്സ് കുറച്ച് ഈ കപ്പിനകത്ത് ഇടുകയാണെങ്കിൽ പയ്യെ അതിൽ നിന്ന് സ്മോക്ക് മുകളിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ കാണുന്ന ഐറ്റംസ് ആണ് നമ്മൾ കോംപ്ലാൻ കേളും ഇതെല്ലാം വാങ്ങിച്ചു പിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നാമ്പുറത്ത് ഒരു കൂട്ടർ ഇരുന്നുള്ള ബുദ്ധി, അവരുടെ ബുദ്ധി പൊടിപടലൊക്കെ ആയിരിക്കും. അത് ഒരു സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും പൊടിയാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൊടി കളയാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ കുറച്ച് ഭാഗം, നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ആ വണ്ടിയുടെ പെയിന്റ് പോയ ഭാഗത്തോ അല്ലെങ്കിൽ പോളിഷ് ചെയ്യേണ്ട സ്ഥലത്തോ ഒന്ന് വെച്ചതിന് ശേഷം ഒരു പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോളിഷ് ആവും. ഒരു കാറ് മൊത്തം പോളിഷ് ചെയ്യാൻ ഒരു 100 ഗ്രാമിന്റെ ഒരു പേസ്റ്റ് മതി. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പെയിന്റ് പോകാൻ നമുക്ക് നമ്മൾ തേക്കുന്ന പല്ല് തേക്കുന്ന ഇത്ര പേസ്റ്റ് മതി ഒരു കാറിന്റെ സ്ക്രാച്ച് കളയാനായിട്ട്. അപ്പോൾ കാറിന്റെ സ്ക്രാച്ച് കളയാൻ പറ്റുന്ന ഒരു ടൂത്ത് പേസ്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ പല്ലിന്റെ കറ കളയാൻ പറ്റും.